എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നെ വളരെയേറെ ആകർഷിച്ചൊരു വേദവാക്യം ഈ ആഴ്ചയിൽ എല്ലാവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനായി പങ്കുവയ്ക്കട്ടെ. റോമാലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചിരിക്കുന്നു. ആധുനിക മനുഷ്യൻ സുഖസൗകര്യങ്ങളുടെ പുറകെ പരക്കം പായുന്ന കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതാണല്ലോ. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ സകലതും ആകർഷകമായി പ്രദർശിപ്പിച്ച് മനുഷ്യ മനസ്സുകളിൽ വിഭ്രമമുണ്ടാക്കി എല്ലാം വാരിക്കൂട്ടി ആസ്വദിക്കുവാൻ പ്രേരിപ്പിക്കുന്ന കമ്പോള സംസ്കാരത്തിന്റെ മധ്യത്തിൽ ആർത്തിയോടെ നിൽക്കുന്ന മനുഷ്യനെയാണ് നാം ഇന്ന് എവിടെയും കാണുന്നത്. ഇപ്രകാരം ആർത്തിയോടെ നിൽക്കുന്ന മനുഷ്യന് തൻ്റെ ആഗ്രഹ നിവർത്തിക്ക് കയ്യിൽ പണമില്ലാതെ വിഷമിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും വായ്പകളും എല്ലാം നൽകി അവനെ സഹായിക്കുവാൻ സന്മനസ്സോടെ ബാങ്കിങ് സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും അവൻ്റെ മുൻപിൽ വാതിൽ തുറക്കുന്നു. അവൻ കടമെടുക്കാവുന്നിടത്തോളം കടമെടുത്ത് തൻ്റെ ആർത്തിയോടൊപ്പം ആഹ്ലാദത്തോടെ യാത്ര തുടരുന്നു. ഒടുവിൽ അവൻ തിരിച്ചറിയുന്നൊരു വലിയ ഭീകര സത്യം ആണ് തൻ്റെ മരണകാലം വരെ അധ്വാനിച്ചാലും തന്നെ കൊണ്ട് വീട്ടുവാൻ കഴിയാത്ത വിധം കടത്തിൻ്റെ ഒരു വലിയ ചങ്ങലക്കെട്ടിൽ താൻ വരിഞ്ഞ് മുറുക്കപ്പെട്ടിരിക്കുന്നു എന്നത്. ഒടുവിൽ അവൻ വാരിക്കൂട്ടിയതൊന്നും ആസ്വദിക്കുവാൻ കഴിയാതെ ആത്മഹത്യയിലേക്കോ കടുത്ത നിരാശയിലേക്കോ ഒക്കെ കൂപ്പുകുത്തി വീഴുന്ന കാഴ്ച നമ്മുടെ ചുറ്റും അനവധിയായി നാം കാണുന്നുവല്ലോ. ഇത് വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യങ്ങളുടെ കാര്യത്തിലും പ്രസക്തമായ യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പൗലോസ്ലീഹായുടെ ഈ വാചകത്തിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. കടം വാങ്ങുന്നവൻ എപ്പോഴും കടം കൊടുക്കുന്നവന്റെ ദാസനായിരിക്കുമെന്നും ധനവാൻ ദരിദ്രനെ ഭരിക്കുവാനായിട്ടാണ് അവന് കടം കൊടുക്കുന്നതെന്നും സദൃശവാക്യം 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. കടം തരുന്നവൻ നമ്മെ അവന്റെ അടിമയാക്കുകയാണ്, അല്ലാതെ സ്നേഹിക്കുകയല്ല എന്ന വസ്തുത കടം വാങ്ങുമ്പോൾ നാം അറിയാറില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്, സ്നേഹത്തിന്റെ കാര്യത്തിൽ ഒഴിച്ച് ആരോടും കടപ്പെട്ടിരിക്കരുത്. എങ്ങനെയാണ് സ്നേഹത്തിൽ നാം മറ്റുള്ളവർക്ക് കടപ്പെടുന്നത്? ഒരാൾ എനിക്ക് തരുന്ന അതിനേക്കാൾ കൂടുതൽ സ്നേഹം ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ എനിക്ക് കടപ്പെട്ടവനാവും മാറും. അയാൾ ആ കടം വീട്ടുവാൻ എനിക്ക് വീണ്ടും സ്നേഹം തരുന്നു. അപ്പോൾ ഞാൻ അയാൾക്ക് കടക്കാരനാകുന്നു. ഇപ്രകാരം സ്നേഹത്തിൻ്റെ കടം പരസ്പരം എല്ലാവരും വീട്ടുവാൻ തത്രപ്പെടുകയോ ഉത്സാഹിക്കുകയോ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുകൽ സമൂഹമാകമാനം നിറയുകയാണ്. ആ നിറവിൽ നിറയുന്ന ലോകമാണ് സ്വർഗലോകം. ആ അനുഭവത്തിൽ എല്ലാവരും വളരുമ്പോൾ ജീവിതം എത്ര ആഹ്ലാദകരമായി മാറും, എത്ര സന്തോഷകരമായി മാറും, എത്ര ആശ്വാസകരമായി മാറും. അതാണ് പൗലോസ്ലീഹ പറയുന്ന ഈ വാചകത്തിന്റെ അർത്ഥം. വീട് എന്ന വാക്കിന് വിടുവാനുള്ളത് എന്നും വീടാനുള്ളതുമെന്നും രണ്ടർത്ഥമാണല്ലോ ഉള്ളത്. നാം ഒക്കെ വസിക്കുന്ന വീട് വിടുവാനുള്ളതാണ്, നമ്മുടെ സ്വന്തമല്ല, ശാശ്വതവുമല്ല. അതുപോലെ തന്നെയുള്ള അതിൻ്റെ മറ്റൊരു അർത്ഥമാണ് വീടുവാനുള്ളതാണ് എന്നത്. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൽ നാം ധാരാളം ആളുകളോട് കടപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മെ നാം ആക്കി തീർക്കുവാൻ അധ്വാനിച്ച അനേകരുടെ വിയർപ്പിന്റെ വില ഇനിയും നാം കൊടുത്തു തീർത്തിട്ടില്ല എന്നത് നാം ഒക്കെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. ആ കടപ്പാടുകളെല്ലാം വീടുവാനുള്ളതാണ് ഈ ലോകത്തിലെ ജീവിതം. സ്നേഹത്തിന്റെ കടമല്ലാതെ മറ്റൊരു കടവും ബാക്കി വയ്ക്കാത്ത ജീവിതമാണ് സംതൃപ്തമായ ജീവിതം. അപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നാം ഒരു പടി മുന്നിലെത്തുമ്പോൾ ന്യായപ്രമാണം അഥവാ ദൈവകൽപ്പന മുഴുവൻ നാം പാലിക്കുന്നു എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക, ഈ രണ്ട് പ്രമാണങ്ങളിൽ ന്യായപ്രമാണം മുഴുവൻ നിറഞ്ഞിരിക്കുന്നുവെന്ന് നമ്മുടെ കർത്താവും പഠിപ്പിക്കുന്നുവല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22:37. ആകയാൽ ഈ ലോക ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കൂടുതൽ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ. സ്നേഹത്തിന്റെ കടം അല്ലാതെ മറ്റൊരു ഭൗതിക കടവും ഇല്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയുന്നതാണ് സംതൃപ്തമായ ക്രിസ്തീയ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.